ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ? വലിയ ചവിട്ടിപ്പോയി റോബസ്റ്റും മുട്ടയും. അപ്പം നമ്മളെ പോസ്റ്റും ഓർലിക്സും കമ്പയർ ചെയ്താട്ടോ നമ്മളെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതാണ്. അപ്പേ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായതല്ല കമൻറ്റിൽ ഷാനു വിളിച്ചോന്ന്. എൻ്റെ ഷാനു മോനെ എനിക്ക് മെസ്സേജ് അയച്ചു. എന്തേ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാത്തതുകൊണ്ടാണോ? നിങ്ങൾ വിചാരിച്ച കുട്ടിയല്ല, അത് നമ്മളെ സ്വന്തം കുട്ടിയാണ്. അപ്പോൾ റോബസ്റ്റ് പഴം കഴിക്കുക, മുട്ട കഴിക്കുക, അത് ആരോഗ്യത്തിന് നല്ലതാണ്. മൂക്കൊറ്റം നിന്നണിക്കും നല്ലത് ഇതാണ്. അപ്പോൾ ഓർലിക്സും ബൂസ്റ്റും ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മളൊന്ന് കുടിച്ചാലോ? വലിയമ്മ വന്നോളി, കമോൺ. അപ്പം നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാളെ മക്കളെ നോമ്പാണ് കേട്ടാ. അപ്പം ഇന്ന് വലച്ചുണ്ടാവും, നാളെ നോൽപാടേ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് പോവുക. പിന്നെ എല്ലാവരോടും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്ക്. നിങ്ങൾ ഇന്നയാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇങ്ങോട്ട് ആരും പറയില്ല. അപ്പോൾ നിങ്ങൾ പൊരുത്തപ്പെടണം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള ആശംസയോടെ തന്നെ മുന്നോട്ട് പോവുക. നോമ്പൊക്കെ ചൂടൊന്ന് കുറച്ച് പ്രാർത്ഥിക്കുക. നല്ല നല്ല കമൻറ്റും സപ്പോർട്ടും തരണം. അപ്പം റോബസ്റ്റ് പഴമാണ് നമ്മൾ രാവിലത്തെ ചായക്കടി. നല്ല പഴമാണ്. മാണിക്കക്കല്ലാത കൂടിക്കുന്നേ പുഞ്ഞാര മാണിക്കക്കല്ലാനല്ലോ. എന്താ ഇതാ സുന്ദരി വല്യമ്മ മുട്ട ഇങ്ങനെ പൊളിക്കുന്നുണ്ടോ? മുട്ട പൊളിച്ചു തരണോ പെണ്ണേ, കുഞ്ഞിപ്പെണ്ണേ? എത്ര മുണ്ടുണ്ടായാലും ആ ഒരു ഷാള് മാത്രമേ ഇടുള്ളൂ. കനം കുറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. എത്രങ്ങാനും ഷാളിൻ്റെ അവിടെ. വലിയത് എടുത്തുക്കൂടല്ലേ? തിന്നോളി. റോബസ്റ്റിന് നല്ലതാണ് ശരീരത്തിനും. നാരടങ്ങിയതാണ് റോബസ്റ്റ്. ഓൽബിന് വേറെ മേടിച്ചിടും, നാളെ മേടിച്ചാൽ കിട്ടൂലേ? ഇപ്പോൾ വില കുറഞ്ഞോ? രണ്ട് പകുതിയും ഷെയർ ചെയ്യുക. അത് ഇതുമ്പോൾ പൊട്ട് കൊടുത്തോ. വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തിന്ന് മരിച്ചാൽ ഭാഗ്യം പഠിച്ചോ തരട്ടെ, ആരോഗ്യം തരട്ടെ. ഇതാ വീഡിയോയിലാണ്, വല്ലാത്ത തെറിയൊന്നും പറയല്ലേ. അപ്പം നമ്മൾ രണ്ടാമത്തെ റോബസ്റ്റ് പഴം കഴിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മളെ കാര്യം. മുട്ടയുടെ തോലൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നാ ഒരു പഴം കൂടെ തിന്നോളി. എൻ്റെ ബീവിയായ പുത്തുമണി വല്യമ്മ. നിങ്ങൾ ഷാനുമോനും മുർഷിമോനക്കൊരു പാട്ട് പാടിക്കുന്നത്. എൻ്റെ ആങ്ങളാരാണ് നട്ടു. എല്ലാവരും നല്ലവണ്ണം പിന്നെ ഭക്ഷണം കഴിക്കുക, നല്ല നോമ്പ് എടുക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, അതൊക്കെ തന്നെ. ആ അപ്പം എലിമാ നിസ്കാരപ്പായെന്ന് കാണിച്ചതാണ്. ഹായ് മക്കളെ, ഇത് ഹാൻഡ് വാഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളെ ലീഗ് ഓഫീസിൽ നിന്ന് കിട്ടിയ നിസ്കാര കുപ്പായം നമ്മൾ ഒന്ന് വലിയമ്മ ഒന്ന് ശരിയാക്കി കൊടുത്താണ്. നല്ല കോട്ടൺ. എവിടെ നിന്നാണിത് എടുത്തിക്കണത്? ഇതാണ് ഈ കടയിൽ നടത്തുക. അപ്പോൾ ഇത് പൊട്ടിച്ച് കാണിച്ചതാണ് വലിയമ്മ. പൊതുവേ മാക്സികളല്ല. അപ്പം ഇങ്ങനെ ഒരിക്കലും ഞങ്ങൾ കിറ്റാന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ സർപ്രൈസായിട്ട് എല്ലാവർക്കും നിസ്കാര കുപ്പായമാണ് കിട്ടിയത് ലീഗ് ഓഫീസിൽ നിന്ന്. അത് നല്ലൊരു കാര്യമാണ്. റമദാനായിട്ട് എങ്ങനെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഓല ആഗ്രഹിച്ചിട്ടുണ്ടാവും. നല്ല വീതിയും കൽപ്പൊക്കെ ഉണ്ട്. എനിക്ക് പറ്റിയ നിസ്കാര കുപ്പായാണല്ലോ, നല്ല വീതി ഉണ്ടല്ലോ.
അപ്പോൾ വല്യമ്മക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? സന്തോഷം. നമ്മളെ ലീഗ് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നമ്മളെ പള്ളി മാലത്തെ ആൾക്കാർ കൊടുത്തതാണ്. പേര് അപ്പോൾ നിസ്കാര കുപ്പായം കിട്ടിയിട്ടുണ്ട് മക്കളെ. ഇത് ലാസ്റ്റിക്കാണ് കൈ കേട്ടോ. ഇതാ നല്ല സ്പേസ് ഉള്ള നല്ല നിസ്കാര കുപ്പായം. അതിനുള്ള ഇത് തിരുമ്പാൻ കൊടുത്തതാണ്. അപ്പോൾ നമ്മളൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇത് ഇങ്ങനത്തെ മോഡലൊക്കെ കെട്ടലാണല്ലോ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. വനിതാ ലീഗിൻ്റെ ഉടമസ്ഥന്മാർ, പിന്നെ നമ്മളെ പള്ളി കമ്മിറ്റികൾ ഉൾപ്പെടുന്ന എല്ലാ ഒരു സംഗമം ആയിട്ടൊരു നിസ്കാര കുപ്പായം മാപ്പിളയില്ലാത്ത പെണ്ണുങ്ങൾക്കും മാപ്പിളയുള്ള പെണ്ണുങ്ങൾക്കും ഇവിടെ ലീഗ് ഓഫീസിൽ വെച്ച് ഇന്നലെ കൊടുത്തതാണ്. ഇന്നലെ 5 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വളരെ സന്തോഷമായി. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്യാൻ തോന്നിയത് വളരെ സന്തോഷമായി. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിലും എത്ര പേർക്കാണ് കൊടുത്തു നിങ്ങൾക്കറിയോ? ഒരുപാട് പേർക്ക് കൊടുത്തുകൊണ്ട് പാവങ്ങൾക്ക്. അത് നല്ലൊരു പുണ്യമായിട്ടാണ്. എൻ്റെ നാട്ടുകാർ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ല നോമ്പൊക്കെ നല്ല ഉഷാറായിട്ട് വരവേൽക്കുക. നാളെ നോമ്പാണ്. ഇന്ന് പലിച്ചാൽ നാളെ നോമ്പോ ഇന്ന് ഇത് അത്താഴം ഉണ്ടാവും. ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട് ഇത് കാണാനുണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണം. അപ്പോൾ വല്യമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വല്യമ്മ പറയൂ. ഞാൻ പറഞ്ഞു. അത് ശരി. എന്നാലും പ്രേക്ഷകരോട് നിങ്ങൾക്കൊന്നും പറയില്ല? ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. എന്നാൽ ഇനി ഇത് തിരുമ്പി ഉണക്കിയിട്ട് നിസ്കരിക്കാൻ തുടങ്ങിക്കളി. അവർക്കൊരു കൂലിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ ശരിക്കേ നമ്മൾ നിസ്കാര കുപ്പായാണ് അത്ര നമ്മൾ മരിച്ചുമ്പോൾ കൊണ്ടുപോകേണ്ടത്. പൊതുവേ പുറത്തുനിന്നുള്ളതല്ല അത്ര. അത് ആരും പൊതുവെ ചെയ്യണില്ലല്ലോ. നമ്മൾ നിസ്കാര കുപ്പായം കൊണ്ടുപോകണമെന്ന് നമ്മളൊരു വസിയത്ത് ചെയ്യണം. പക്ഷേ ഇവർ ചെയ്യുന്നത് പുതിയന്ന് കടയിൽ മേടിച്ച് അതിൽ ഇൽമിൻ്റെ ഗന്ധം ഉണ്ടാവില്ല. നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളാണ് അപ്പോൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ചിലപ്പം ചില പോലത്തെ കരിമ്പൻ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ആർക്കും പറ്റൂല. അപ്പോൾ പീടിയിൽ നിന്ന് എടുത്തിട്ട് അതുകൊണ്ട് പിന്നെ അതിൽ കഫം പൊടിയിൽ കൊണ്ടുപോകും. ആൾക്കാരങ്ങനെ ചെയ്യണം. വസ്ത്രങ്ങൾ പിന്നെ നമ്മൾ അധികം പുതിയതുണ്ടാവൂലേ, നമ്മൾ നിസ്കരിച്ചത് അതാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ പൊതുവെ ആൾക്കാർ പുറത്തുനിന്ന് മേടിച്ച അതിൽ നമ്മൾ നിസ്കരിച്ച ഒരു ഇൽമിൻ്റെ ഒരു ഇതും ഉണ്ടാവില്ല അതിൽ. അതൊക്കെ തെറ്റാണ്. ഇങ്ങനത്തെ ചെയ്യേണ്ടത് എല്ലാ നിസ്കാര കുപ്പായ അധികം എടുത്തു വെക്കാനും പാടില്ല. നിസ്കരിക്കുക തന്നെ വേണം. ഒന്ന് മുഷിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് കഴുകിയിട്ടിട്ട് മറ്റേ എടുക്കണം. അങ്ങനെ ചെയ്യണം. കൂടുതലുള്ളവർ പെട്ടിപ്പാത്തക്കാൻ പാടില്ല നിസ്കാര കുപ്പായം. തിക്കറുമാലി അങ്ങനെ തന്നെ. അപ്പം നിങ്ങളത് ഒലുമ്പിടുക. കുറച്ച് വെള്ളത്തിൽ സോപ്പും പൊടി ഇട്ടിട്ടൊന്ന് ഒലുമ്പി നല്ല പശ ഉണ്ടാവും. അപ്പം നിസ്കാര കുപ്പായൊക്കെ സൂപ്പറാണ് മക്കളെ. അപ്പം നിങ്ങളെല്ലാവരും പാവങ്ങൾക്ക് കൊടുക്കാൻ ഒരുങ്ങിക്കണമെങ്കിൽ ഈ പുണ്യകർമ്മത്തിൽ ഈ പുണ്യ റമദാൻ കൊടുത്താൽ നല്ല ഹൈറായ നോമ്പ് കിട്ടും. നല്ല സദക്ക അയച്ചത് കൊടുക്കും ചെയ്യുക. എല്ലാ മുറാദുകളും ഹാസിലാക്കി തരും പടച്ചോന്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കിട്ടിയത്. നല്ല ബുദ്ധിയുള്ളവർക്കും നല്ല മനസ്സുള്ളവർക്കുമാണ് പാവങ്ങളെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ പിന്നെ ഒരു ചെറിയ നാൾക്ക് എനിക്ക് മാക്സിയൊക്കെ തന്നായിരുന്നു. ഇതിപ്പോൾ ഒരു വീട്ടിൽ ഓരോന്നുള്ളൂ. എല്ലാവർക്കും കൂടെ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ പറ്റില്ലല്ലോ. ആ ഒരു വീട്ടിലേക്ക് ഓരോ നിസ്കാര കുപ്പായം. എന്നാൽ തന്നെ റാത്തല്ലേ. അതിനെ വലിയ റാത്തായി. വലിയമ്മ കിട്ടി. എനിക്ക് വേണമെങ്കിൽ എനിക്കും നിസ്കരിക്കാം, എല്ലാവർക്കും നിസ്കരിക്കാം. മാറിയിട്ട് ഞാൻ പുതിയ നിസ്കാര കുപ്പായം പഠിക്കും. എൻ്റെ നിസ്കാര കുപ്പായം എനിക്ക് എന്താ വെച്ചാൽ ഇഞ്ചമ്പി ഞാനും കൂടെ ഒന്നിലേ സ്കെച്ച് ചെയ്തത്. അത് ഒരു ദിവസം എലിയായിട്ട് ഒറ്റിക്കുക. എന്നിട്ട് ഞാൻ പുതിയ എടുത്ത് പോകും കോട്ട സെറ്റിൽ. അത് എനിക്ക് പറ്റിയത് തന്നെ, എൻ്റെ മുഖത്തിന് പറ്റിയതാണ്. പക്ഷെ എന്നാൽ ഞാൻ സ്കെച്ച് ഉണ്ട്, നിങ്ങൾ സ്കെച്ച് ഉണ്ട്.
എങ്ങനെ ആയാലും പുണ്യ റമദാനിന് കിട്ടിയ ഒരു നിസ്കാര കുപ്പായം എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു നിസ്കാര കുപ്പായം കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ റമദാനിക്ക് തന്നെ കൊടുത്തോളി. അതാണ് പുണ്യതാണ്. അവരെല്ലാവരും നിസ്കരിച്ച് അവർക്ക് എത്ര കൂലി ഉണ്ടാവുമോ? ഒരുപാട് 70,000 അല്ല, 1,00,000 അല്ല, ആയുഷ്കാലം കൂലിയേക്കാരും. അപ്പോൾ വല്യമ്മക്ക് സന്തോഷമായിക്കൊണ്ട് നിസ്കാര കുപ്പായം കിട്ടിയത്. നല്ല സ്പേസുള്ള നിസ്കാര കുപ്പായം എന്ന് പറഞ്ഞാൽ നല്ല വീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ആരും ടൈറ്റ് ആവുമൊന്നുമില്ല. എനിക്ക് പറ്റിയ സൈസൊക്കെ കറക്റ്റ് സൈസാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, സീ യു. അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നിസ്കാര കുപ്പായൊക്കെ. ഇതാണ് പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ പുണ്യപ്രവൃത്തിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും. അത് ചെറിയനാളാകുമ്പോഴത്തേന് മാക്സിയൊക്കെ ലീഗ് പിന്നെ വനിതാ ലീഗേർ മാക്സിയൊക്കെ തന്നായിരുന്നു. ഈ പ്രാവശ്യം ഉണ്ടോയെന്ന് അറിയില്ല. നിസ്കാര കുപ്പായം കൊടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളെ റഫീഖ താത്ത, അതുപോലെ നമ്മളെ മെമ്പർ റംല മൈമൂനത്താത്ത, അവരൊക്കെ നമ്മളെ കട്ട ഫാനാണ് കേട്ടോ. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് അവിടെ. നമ്മൾ ഫയർ എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുത്തെ ഒരു പിന്നെ ആളായിട്ട് തന്നെ മൈമൂത്താത്താനൊക്കെ ഒരുപാട് അറിയുന്നതാണ്. റഫീഖ താത്ത എന്നെ കണ്ടിട്ടില്ലെങ്കിലും മൈമൂത്താത്താൻ്റെ ഇളയച്ചിയാണ്, അല്ല റഫീഖ താത്താൻ്റെ ഇളയച്ചിയാണ് മൈമൂത്താത്ത. അപ്പോൾ എല്ലാവരും സാജിത്താത്ത ഉണ്ട്, എല്ലാവർക്കും നല്ല നന്ദി പ്രകടിച്ച് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയതും. ഇനിയിപ്പോൾ അവരെ വക കിറ്റും അവരെ വക മാക്സിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ കൊല്ലം ഉണ്ടോയെന്ന് അറിയില്ല, അതുപോലെ പഠിച്ചോ സാധിപ്പിച്ചു കൊടുത്താൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ചെയ്തു നോക്കുക. പാവങ്ങളെ മാക്സിമം സഹായിക്കാൻ നോക്കുക. അതാണ് പുണ്യകർമ്മം. ഇതല്ലാതെ മരിച്ചു പോയാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഇത് തന്നെയാണ്. സദക്ക വർദ്ധിപ്പിക്കുക, അതാണ്. എത്ര മുതലുള്ളവരും മുതലില്ലാത്തവരും ദാരിദ്ര്യം പിടിച്ചവർക്കാണ് സദക്ക കൊടുക്കേണ്ടത്, ഉള്ളവർക്കല്ല കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അത് കണ്ടറിഞ്ഞ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.